എൻഡ് ഓഫ് ഡെമോക്രസിന്റെ അവസാനം. ടോനം വാങ്ചുക് എന്ന് പറഞ്ഞ മനുഷ്യൻ എന്തിനാണ് നിരാഹാരം കിടക്കുന്നറിയോ? ഇത്രയും ജനങ്ങൾ, സ്റ്റുഡൻസ് എല്ലാവരും കൂടി വട്ടത്ത് നിന്ന് അടി വാങ്ങുന്നത് ആരെന്നാണെന്നറിയോ? എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? 23 ലക്ഷം സ്റ്റുഡൻസ് എഴുതിയ നീറ്റ് എക്സാം പോലത്തെ എക്സാമിന്റെ പേപ്പർ ലീക്കായി. പൈസ ഉള്ളവന്മാർ 5 ലക്ഷം, 10 ലക്ഷം, 28 ലക്ഷം വരെ കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങി. എക്സാം കഴിഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 90ഓളം ബയോളജി, 45ഓളം കെമിസ്ട്രി ക്വസ്റ്റ്യൻസും സെയിം ആണ്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോയപ്പോൾ റൂമേഴ്സ് സ്പ്രെഡ് ആക്കരുന്നവരുടെ അവർ പുറത്താക്കി. ചുരുക്കി പറഞ്ഞ രാവും പകലില്ലാണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതാൻ വന്ന കുട്ടികളൊക്കെ പൊട്ടന്മാരായി. ഈ കാര്യങ്ങൾ പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ സിസ്റ്റം വളരെ ഫെയിലാണ്. നിരാഹാരം കിടക്കുന്ന സോനം വാങ്ചുകിന്റെ സമരത്തിന്റെ 23ാമത്തെ ദിവസം ജൂലൈ 18 പുലർച്ചെ കുറച്ച് പേര് വന്നിട്ട് കളർ ഡ്രസ്സിൽ കുറച്ച് പേര് വന്നിട്ട് വൈറ്റ് തുണി എടുത്തിട്ട് എല്ലാവരും മറിച്ചിട്ട് ആ വൈറ്റ് തുണിയിൽ ഇവരെ കോരി കൊണ്ടുപോകാണ്. ആരുടെ അനുവാദം ഇല്ലാണ്ട് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കിടത്തി. എന്തിനു വേണ്ടി? ജൂലൈ 20 നടക്കാൻ പോകുന്ന ചലോ സൻസദ് പാർലമെന്റ് മാർച്ച് തടയാൻ വേണ്ടി. ഇപ്പൊ വീഡിയോയിൽ റീലിലൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? അടിച്ചോടിക്കാണ് പോലീസുകാരെന്നല്ല, പക്ക ഗുണ്ടകൾ, പേര് പോലും ഇല്ലാത്ത ഗുണ്ടകൾ വന്നിട്ട് സ്റ്റുഡൻസിനെ, ലേഡീസിന്നില്ല, പെണ്ണുങ്ങളും ആണുങ്ങളൊന്നും ഒന്നുമില്ല, അടിച്ചോടിക്കാണ് ഗുണ്ടകൾ വന്നിട്ട്. സഹിക്കാൻ പറ്റൂല. ഇത് അനുഭവിക്കുന്നവർക്ക് അപ്പോൾ വേദന അറിയുള്ളൂ. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഇതൊന്നും ശ്രദ്ധിക്കാതെ ചിരിച്ച് കളിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളടുത്ത് എത്തും. നമ്മളൊരു പനിക്ക് ചികിത്സിക്കാൻ പോകുമ്പോൾ കള്ള ഡോക്ടർമാർ ഇരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉള്ളത്. നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഇവിടെ ഒരു സ്വസ്ഥ ജീവിതം വേണമെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ കള്ളന്മാരെ ഇവിടുന്ന് തുരത്തണം.